മനമുരുകി പ്രാർത്ഥിച്ചിടാ ദിനവും തവ സവിധേ യാചിച്ചിടാ. മനമുരുകി പ്രാർത്ഥിച്ചിടാ ദിനവും തവ സവിധേ യാചിച്ചിടാ. തകർന്ന ഹൃദയം കാണുന്ന ദൈവം, തകർന്ന ഹൃദയം കാണുന്ന ദൈവം, മനസ്സലിവുള്ളവൻ കരുണയൻ കടലായി തണലായി അരികിൽ കൂട്ടിനുണ്ട്. മനസ്സലിവുള്ളവൻ കരുണയൻ കടലായി തണലായി അരികിൽ കൂട്ടിനുണ്ട്. കരയുമ്പോൾ അരികിലണഞ്ഞ അമ്മയെപ്പോലവൻ വാത്സല്യമേകും. ഞാനൊന്നു കരയുമ്പോൾ അരികിലണഞ്ഞ അമ്മയെപ്പോലവൻ വാത്സല്യമേകും. ഇടറുന്ന പാതയിൽ തളരുന്ന പാദങ്ങൾ തഴുകിത്തലോടുമെന്നാത്മനാഥൻ. ഇടറുന്ന പാതയിൽ തളരുന്ന പാദങ്ങൾ തഴുകിത്തലോടുമെന്നാത്മനാഥൻ. മനമുരുകി പ്രാർത്ഥിച്ചിടാ ദിനവും തവ സവിധേ യാചിച്ചിടാ. മനമുരുകി പ്രാർത്ഥിച്ചിടാ ദിനവും തവ സവിധേ യാചിച്ചിടാ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ബി നോട്ട് ആങ്ഷ്യസ് ഫോർ എനിത്തിങ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ബി നോട്ട് ആങ്ഷ്യസ് ഫോർ എനിത്തിങ് but in everything by prayer and supplication with thanksgiving let your requests be made known unto God. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചനം ഞങ്ങൾക്കായി വിളമ്പിത്തരണമേ. അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. അപ്പൊ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിരാശജനകമായ വാക്കുകൾ പറയരുത്. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, പറവജാതികളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. വയലിലെ ലില്ലികളെ നോക്കുവിൻ. അവയെല്ലാം എത്ര മനോഹരമായിട്ടാണ് ദൈവം കരുതുന്നത്, അണിയിച്ചൊരുക്കുന്നത്. അവയേക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ്, എത്രയോ 10 മടങ്ങ് ശ്രേഷ്ഠരാണ് അവിടുത്തെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളായ നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് മാത്രമേ നമ്മളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുകയുള്ള ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ബി നോട്ട് ആങ്ഷ്യസ് ഫോർ എനിത്തിങ്. അതുകൊണ്ട് നിരാശകരമായ വാക്കുകൾ ഒരിക്കലും വായിൽ നിന്ന് പുറപ്പെടരുത്. ഈ ഭയപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതുമായ കാര്യങ്ങൾ പറയാതിരിക്കുക. കാരണം നാം ഭയപ്പെടുന്നത് തന്നെ സംഭവിക്കുമെന്ന് വചനം പറയുന്നുണ്ട്. ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിച്ച് എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കുക. വചനങ്ങൾ കൊണ്ട്, ദൈവവചനങ്ങൾ കൊണ്ട് ഹൃദയം നിറയ്ക്കുക. വചനങ്ങളെ ഏറ്റുപറഞ്ഞ് ശക്തി പ്രാപിക്കുക. വചനമെന്ന പാൽ കുടിച്ചു വളർന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ വചനം ശക്തിയും ഊർജവും നൽകും. എന്നോട് ചേർന്ന് ഒരു ആമേൻ പറയാമോ? ആമേൻ. ഒരാമേൻ കൂടെ പറയാമോ? ആമേൻ, ആമേൻ. യെസ്, ദൈവത്തിന്റെ മക്കളായ നമ്മൾ ശക്തി പ്രാപിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് ദൈവത്തിന്റെ മക്കൾ ദൈവത്തെ അനുസരിക്കും. ഇഫ് യു ലവ് മീ യു വിൽ ഒബേ മൈ കമാൻഡ്മെന്റ്സ്. അപ്പൊ നമ്മളെ ശക്തീകരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഭയപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതുമായ വാക്കുകൾ പറയരുത്. ചില വ്യക്തികളുണ്ട്,
ഒരു കാര്യവും നടക്കത്തില്ല, അത് നടക്കത്തില്ല, അത് ശരിയാകത്തില്ല എന്ന് പറയുന്ന ഈ നെഗറ്റീവ് പേഴ്സണാലിറ്റീസ് ആണ് കൂടുതലും നമുക്ക് ചുറ്റുമുള്ളത്. കാക്ക തിന്നത്തില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തില്ല എന്ന് പറയുന്ന പോലെയാണ്. വാഗ്ദത്ത ദേശം ഉറ്റുനോക്കാനായി പോയ 12 പേരിൽ 10 പേരും നെഗറ്റീവ് പേഴ്സണാലിറ്റീസ് ഉള്ളവരായിരുന്നു, 2 പേർ മാത്രം പോസിറ്റീവായിരുന്നു. ഈ നെഗറ്റീവ് കാണുന്നവർക്ക് എല്ലാ സ്ഥലത്തും നെഗറ്റീവ് കാണാൻ പറ്റുള്ളൂ. ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികൾക്ക് ഒരു പ്രത്യേക വൈബാണ്, ഒരു പ്രത്യേക ശക്തിയാണ് അവർക്ക്. വാ, നമുക്ക് ആ ദേശം കൈയടക്കാം. പ്രത്യാശയുള്ളവന്റെ കൂടെ നടന്നാൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്ന കാര്യങ്ങൾ പോലും പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ മക്കൾ അങ്ങനെ ആയിരിക്കണം. സ്തോത്രം. എന്തിനും ഏതിനും നെഗറ്റീവ് കണ്ടുപിടിക്കുന്നവന്റെ കൂടെ കൂടരുത്, അവന് കൂട്ടുകയും ചെയ്യും. ചില കൂട്ടായ്മകള് നേരം വെളുത്ത വൈകുന്നവരെ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ പോകരുത്. അയ്യോ അയ്യോ എന്നും പറഞ്ഞാണ് സഭയിൽ വരുന്നത്. സഭയിൽ വന്നതിന് ശേഷം അയ്യോ 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 എന്നും പറഞ്ഞ് ഇറങ്ങി ഓടാൻ അവസ്ഥയുണ്ടാക്കരുത്. സഹോദര സഹോദരി, പോസിറ്റീവായിട്ട് ചിന്തിക്കണം. മറ്റുള്ളവരുടെ നന്മ കാണാൻ പ്രത്യേകം പരിശീലനം നേടണം. അതിന് പരിശുദ്ധാത്മാവിന്റെ സ്കൂളിൽ പോയാൽ മതി. പരിശുദ്ധാത്മാവ് ശക്തീകരിക്കും, പഠിപ്പിക്കും. ഒരു കാര്യം സാധ്യമല്ല എന്ന് ജീവിതത്തിൽ നീ പറയരുത്. കാരണം ദൈവത്തിന് അതിന് മറുപടിയുണ്ട്. കർത്താവ് യേശു പറയുന്നു, മത്തായി സുവിശേഷം 19:26, അത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. അപ്പോൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളർന്നു വരാനായിട്ട് തടസ്സം നിൽക്കരുത്. സ്തോത്രം. എന്റെ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. മുൻപിൽ ചെങ്കടൽ കണ്ട് ഭയന്നുപോയ ആൾക്കാരുണ്ട്. സ്തോത്രം. ഇത് എങ്ങനെ കടക്കും? ഞങ്ങളെ ഇതിന്റെ അകത്തിട്ട് മുക്കിക്കളയാനാണോ നീ ഞങ്ങളെ മിസ്രയിൽ കൊണ്ടുവന്നത്? അപ്പൊ എല്ലാ കൂട്ടായ്മയിലും ഈ നെഗറ്റീവ് പറയാൻ ആൾക്കാരുണ്ട്. എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് വിളിച്ച് പുറത്തു കൊണ്ടുവരുന്നെങ്കിൽ നിന്റെ മുൻപിൽ വന്നു നിൽക്കുന്ന എത്ര വലിയ പ്രതിബന്ധങ്ങളാണെങ്കിലും നിനക്ക് പ്രതികൂലമായതിനെ അനുകൂലമാക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ ശബ്ദം കേട്ടാണ് പോകുന്നെങ്കിൽ നീ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം എന്റെ ദൈവം നിനക്ക് അത്ഭുതം പ്രവർത്തിക്കും. കാരണം ഈ ചെങ്കടൽ മനുഷ്യന്റെ മുമ്പിൽ വറ്റിച്ചു മാറ്റാൻ അസാധ്യം. എന്നാൽ എന്റെ ദൈവത്തിന് 1 സെക്കൻഡ് മതി. സംഭവിച്ചതെന്താ? ചെങ്കടലിൽ വറ്റിച്ച് ചെളിയുള്ള നിലത്തിലൂടെ നടത്തിയെന്നല്ല പറഞ്ഞത്, ഉണക്ക നിലത്തിലൂടെ നടത്തിയെന്നാ പറഞ്ഞത്. നമ്മൾ നയിക്കുന്നത് അത്ഭുത മന്ത്രിയാണ്, അല്ലാതെ ലോക്കൽ മന്ത്രിമാരൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എനിക്കും കാര്യപ്രാപ്തിയില്ലെന്നും ശക്തിയില്ലെന്നും ജീവിതത്തിൽ പറയരുത്, മറിച്ച് ഇങ്ങനെ പറയുക. സ്തോത്രം. ഫിലിപ്പിയർ ലേഖനം 4:15, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ആ 2 കൈ കർത്താവ് തന്നിട്ടില്ലേ? ആ 2 കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് ബലത്തോടെ പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവളാണ്, മതിയായവനാണ്. യേശുവിന്റെ നാമത്തിൽ ആ ഭയം വിട്ടുമാറട്ടെ. യെസ്, ആ ഭയം വിട്ടുമാറട്ടെ. ആമേൻ. അപ്പോഴതുകൊണ്ട് വാ തുറന്ന് ഒരിക്കലും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഒന്നിനും കൊള്ളാത്തവളാണ്, എന്നെക്കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല എന്ന് വാ തുറന്ന് പറഞ്ഞാൽ നീ പറയുന്ന വാക്കിൽ പിശാചൻ നിന്നെ പിടിക്കും. അതുകൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്ന ധൈര്യത്തോടെ പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് നിരാശപ്പെട്ട് കുത്തിയിരിക്കരുത്. എനിക്കെന്നും ദാരിദ്ര്യമാണ് എന്ന് പറയരുത്. കാരണം ദൈവവചനത്തിന് ആ ഒരു കാര്യത്തിൽ നിന്നോട് സംസാരിക്കാനുണ്ട്. ഇപ്പോഴതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറ, എനിക്കെന്നും ദാരിദ്ര്യമാണെന്ന് പറയരുതെന്ന് പറ. ഒന്നുകൂടെ പറ, എനിക്കെന്നും ദാരിദ്ര്യമാണെന്ന് പറയരുത്. കാരണം ഫിലിപ്പിയ ലേഖനം 4:19 നിന്റെ കുറവുകളെ നീക്കാൻ ദൈവവചനം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തോടെ തന്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്ത് തരും, ചെയ്തു തരും. ഒരു ആമേൻ പറ. ആമേൻ. ഒരു ആമേൻ കൂടെ പറ. ആമേൻ, ആമേൻ, ആമേൻ. യെസ്. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം 4:6-7 വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക. എത്ര വേണ്ടത് വ്യക്തമായി മനസ്സിലാക്കണം. അറിയിക്കേണ്ടത് ആരോടാണ്? ദൈവത്തോടാണ്, അല്ല മരിച്ചുപോയവരോടല്ല. സ്തോത്രം. ജീവിക്കുന്ന ദൈവത്തോട് വേണം പറയാൻ ആവശ്യങ്ങൾ. സ്തോത്രം. നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് അറിയിക്കുക എത്ര വേണ്ടത്. എന്നാൽ അങ്ങനെ ചെയ്താൽ
സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ആമേൻ. അങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ. അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ആമേൻ. ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ച ഈ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഇന്നത്തെ ദിനം ഈ വചനത്തിൽ മുറുകെ പിടിക്കുക. സ്തോത്രം. ഒരുപക്ഷെ ഈ പ്രഭാതം കണ്ടത് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഭയത്തോടെ ആയിരിക്കാം. പ്രഭാതം നാളെ എങ്ങനെ ആയിരിക്കും എന്നുള്ള ചിന്തയോടെ ആയിരിക്കും ചിലപ്പോൾ കിടക്കാൻ പോയത്. ഈ പ്രഭാതം കണ്ടു, ഇന്നൊരു അത്ഭുതം കർത്താവ് ചെയ്തിരിക്കും. വിശ്വസിക്കുക. നീ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും കുടുംബമായി കൂട്ടായ്മയായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് വഞ്ചിക്കപ്പെടാതെ അത് ഏറ്റെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്ന വിശുദ്ധരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ആകുലതകളും നിരാശകളും ഓരോ നിമിഷവും വർദ്ധിപ്പിച്ചു തരുന്ന ആനുകാലിക സംഭവങ്ങൾ ഞങ്ങളെ ചുറ്റും നടക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്നാണല്ലോ അപ്പാ അവിടെ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ബി നോട്ട് ആങ്ഷ്യസ് ഫോർ എനിത്തിങ്, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുതെന്ന്. അവിടുത്തെ തന്ന തിരുവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ശക്തിയോടെ ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി നന്ദി പറയുന്നപ്പാ. ഞങ്ങളുടെ കലത്തിലെ മാവും തുരുത്തിയിലെ എണ്ണയും വറ്റിപ്പോകാതെ അനുനിമിഷം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. കാക്കയുടെ വരവ് നിലച്ചു പോകാതെ ആവശ്യങ്ങൾ ഇന്നതെന്നറിഞ്ഞ് തക്ക സമയത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ വയലുകളെ സമൃദ്ധിയായി അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസിന്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി നന്ദിയപ്പാ. അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭമായ അഗ്നിത്തൂണായി തിരുസാന്നിധ്യം കൂടെ വരുന്നതിനായി നന്ദി പറയുന്നപ്പാ. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. അവരുടെ നിരാശ വിട്ടുമാറട്ടെ. ആകുലതകൾ വിട്ടുമാറട്ടെ. നാളെക്കുറിച്ചുള്ള ആകുലത മക്കളുടെ ചിന്താമണ്ഡലത്തിൽ നിന്ന് മാറിപ്പോട്ടെ കർത്താവെ. അവർക്കായി ഒരു പദ്ധതി അവിടുന്ന് ഒരുക്കിയിരിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. അവരെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും നിന്റെ ഹൃദയത്തിലാണല്ലോ. അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി മക്കൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അത്തരത്തിലുള്ള ആകുലതകൾ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. അടുത്ത വർഷം അല്ലെങ്കിൽ നാളെ എന്തായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ആ ചിന്താഭാരം മക്കളുടെ മണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരീക്ഷയെക്കുറിച്ചുള്ള ഭയം വിട്ടുമാറട്ടെ. പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ചിന്ത യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അത്തരത്തിലുള്ള മക്കളുടെ ബുദ്ധിമണ്ഡലത്തെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നരക്കുപോളം ചുമക്കുമെന്ന് അരളിച്ചത് കർത്താവെ, നിന്റെ ഉള്ളം കയ്യിൽ ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന പേരൻസിനെ അവിടുന്ന് കാക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ. ഞങ്ങളുടെ മാതൃരാജ്യമേ, രാജ്യത്തെ അനുഗ്രഹിക്കണമേ. ഓരോ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ. വിശേഷാൽ ഞങ്ങളുടെ കേരളത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മയക്കുമരുന്നിൻ്റെ ഒരു ഹബ്ബ്, ഒരു കേന്ദ്രമായി മാറുന്ന ഞങ്ങളുടെ കേരളത്തെ ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആ പൈശാചിക ശക്തി ഞങ്ങളുടെ കേരളത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കിക്കൊണ്ടിരിക്കുന്ന സകല ദുഷ്ടശക്തികൾ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഈ ദേശമണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. അവിടുന്ന് കർത്താവെ ഒരിക്കൽ കൂടി തന്ന ഈ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വലയുമ്പോൾ അരികിലണഞ്ഞ താതനെ പോലവൻ ആശ്വാസമേകും. രോഗത്താൽ വലയുമ്പോൾ അരികിലണഞ്ഞ താതനെ പോലവൻ ആശ്വാസമേകും. തകരുന്ന മാനസം തളരുന്ന ദേഹിയും തഴുകിത്തലോ
ദിവസം തളരുന്ന ദേഹിയും തഴുകിത്തലോടുമെൻ യേശുനാഥൻ. മനമുരുകി പ്രാർത്ഥിച്ചിടാ ദിനവും തവ സവിധേ യാചിച്ചിടാ. മനമുരുകി പ്രാർത്ഥിച്ചിടാ ദിനവും തവ സവിധേ യാചിച്ചിടാ. തകർന്ന ഹൃദയം കാണുന്ന ദൈവം, തകർന്ന ഹൃദയം കാണുന്ന ദൈവം, മനസ്സലിവുള്ളവൻ കരുണയിൻ കടലായി തണലായി അരികിൽ കൂട്ടിനുണ്ട്. മനസ്സലിവുള്ളവൻ കരുണയിൻ കടലായി തണലായി അരികിൽ